ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റിലെ കേരള പാഠാവലിയിലെയാണ്. 1ാമത്തെ പാഠഭാഗമായിട്ടുള്ള വായുവില്ലാത്ത ലോകം എന്ന പാഠഭാഗമാണ്. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള എല്ലാ പാഠഭാഗങ്ങളും പ്രവർത്തനങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. അടിസ്ഥാന പാഠാവലി, ഇംഗ്ലീഷും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പാട്ടുകൾ നമ്മളെ ഏറെ ചിരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു തുള്ളൽ പാട്ട് പാടി നോക്കാം. വായുവില്ലാത്ത ലോകം എന്നതാണ് നമ്മുടെ പാട്ടിൻ്റെ പേര്. മാരുത സഞ്ചാരമെല്ലാം അടങ്ങുക കാരണം ദാരുണമായ ദശാന്തരെ കൊത്തിച്ചമച്ച മരപ്പാവകൾ പോലെ മർത്യജനങ്ങൾ കിളക്കമില്ലാതെയായി. ഉണ്ടിരിക്കുന്നവൻ വായും തുറന്നങ്ങു മിണ്ടാതിരുന്നാലുരുളയും കൈകൊണ്ടു കണ്ടിരിക്കുന്നവൻ കണ്ണും തുറന്നങ്ങു തണ്ടിക്കപ്പാവയെ പോലെ ഇരുന്നിടുന്നു. മുണ്ടുടുക്കുന്നവൻ രണ്ടു കരം കൊണ്ട് മുണ്ടു ഞൊറിഞ്ഞു പിടിച്ചു നിന്നിടുന്നു. തട്ടെടുത്തും കൊണ്ടും മണ്ടുന്നവനൊരു കുണ്ടിൽ മറിഞ്ഞു കിടന്നാൻ തടി പോലെ മുങ്ങിക്കിടക്കുന്നു വെള്ളത്തിലും ചിലർ പൊങ്ങുന്നതിനു മുമ്പ് വായു ശമിക്കയാൽ. എണ്ണ തേക്കുന്നവരാ പാടിരിക്കുന്നു, കണ്ണെഴുതുന്നവരങ്ങനെ പാർക്കുന്നു. കഞ്ഞി കോരി കുടിപ്പാൻ തുടങ്ങുന്നവൻ മുഞ്ഞിയും താഴ്ത്തിയിട്ടനങ്ങാതിരിക്കുന്നു. പാട്ടുപാടുന്നവൻ കയ്യും ചെവിക്കൽ വച്ചൊട്ടു വായും പിളർന്നങ്ങനെ നിൽക്കുന്നു. മദ്ദളം കൊട്ടുന്ന വിദ്വാൻ കഴുത്തില മദ്ദളമിട്ടുകൊണ്ടങ്ങനെ നിൽക്കുന്നു. പറ്റുവിളക്കും കുഴൽക്കാരൻ അന്നേരം തെറ്റൊന്നു കാലും കവച്ചു നിന്നിടുന്നു. എത്രയും വിസ്മയം സർവ്വജനങ്ങളും ചിത്രമെഴുതിയ പോലെ കാണാനായി വന്നു. ധ്രുവചരിതം ശീതങ്കൻ തുള്ളലിൽ കുഞ്ചൻ നമ്പ്യാർ എഴുതിയ ഒരു പാട്ടാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ. എന്താണ് വിദ്വാന് കഴുത്തിലിട്ടതും ഭക്ഷണം കഴിക്കുന്നതും കൊട്ടുന്നതിനെ കുറിച്ചിട്ടും എല്ലാം പറയുന്ന ഒരു തുള്ളൽ പാട്ടാണ് ഇത്. അപ്പോൾ നമുക്ക് നേരെ പ്രവർത്തനങ്ങൾ നോക്കാം. ഈണം കണ്ടെത്തി ചൊല്ലാമെന്നുള്ളതാണ് ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. കവിതയ്ക്ക് യോജിച്ച ഈണം കണ്ടെത്തി നൽകി ഗ്രൂപ്പുകളായി ഉറക്കെ ചൊല്ലുമ്പോൾ എല്ലാവരും ചേർന്ന് താളം പിടിക്കുമല്ലോ. ഈ കവിതാഭാഗം തുള്ളൽ രീതിയിൽ ചൊല്ലാൻ ശ്രമിക്കൂ എന്നും പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ ടീച്ചറുടെ സഹായത്തോടു കൂടിയിട്ട് ഇത് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കാം. ഇനി അടുത്തത് ഒരൊറ്റ നിമിഷം എന്നതാണ്. ഒരു ദിവസം അപ്രതീക്ഷിതമായി ഭൂമിയിൽ വായു സഞ്ചാരം നിലച്ചു. വായു നിന്നതോടെ ജനങ്ങളെല്ലാം മരപ്പാവകരെ പോലെ നിശ്ചലരായി തീർന്നു. ഇതിൻ്റെ ധാരാളം കാഴ്ചകൾ കവിതയിലുണ്ടല്ലോ. എന്തെല്ലാമാണവ? ആ കാഴ്ചകൾ നിശ്ചല ദൃശ്യങ്ങളായി അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഉണ്ടിരിക്കുന്നവൾ വായും തുറന്നിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടല്ലേ. അതുപോലെ കണ്ടിരിക്കുന്നവനോ കണ്ണും തുറന്ന് ഒരു തണ്ടിക്കപ്പാവയെ പോലെ ഇരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കൂട്ടുകാർ അവതരിപ്പിച്ചു നോക്കുക. ഇനി 2 സംഘങ്ങളായി പിരിഞ്ഞ് നിങ്ങൾക്ക് ഇത് അവതരിപ്പിക്കാം. ഒരു സംഘം കവിതയിലെ വരികൾ താളമിട്ട് പാടുന്നു. അപ്പോൾ 2ാമത്തെ സംഘം ആ വരികളിൽ പറഞ്ഞ കാര്യം അഭിനയിച്ചു കാണിക്കുന്നു. അഭിനയിക്കാൻ ആവശ്യമായ സമയം കിട്ടുന്നതിന് പാടുന്നവർ ഒരേ വരികൾ 2ഓ അതിലധികമോ തവണ ആവർത്തിച്ച് ചൊല്ലിയാൽ മതി. അപ്പോൾ മറ്റുള്ള കൂട്ടുകാർക്ക് സമയം കിട്ടും എന്നർത്ഥം. ഇനി പാഠഭാഗത്തിൽ വർണ്ണിച്ച പല ദൃശ്യങ്ങളും ഒരു സംഘം അഭിനയിച്ചു കഴിഞ്ഞാൽ അവർ പാട്ടുകാരാവണം, പാടിയവർ അഭിനയിക്കണം. അപ്പോൾ നേരെ തിരിച്ചു നിങ്ങൾ ചെയ്തു നോക്കുക. ഇപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിലോ, അതോ ഇപ്പം നിങ്ങൾ ക്ലാസ്സിലാണല്ലേ, അപ്പോൾ ഇപ്പോഴാണ് സംഭവിക്കുന്നത് എങ്കിൽ എന്തുണ്ടാവും? നിങ്ങൾ തണ്ടിക്ക പാവയെ പോലെ ഇരിക്കും അല്ലേ. അപ്പോൾ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾ, തോട്ടിൽ മീൻ പിടിക്കുന്നവർ, റോഡിലൂടെ പോകുന്ന വാഹനങ്ങളും ആളുകളും, ഇങ്ങനെ പുതിയ കുറേ കാഴ്ചകളുണ്ടാവില്ലേ. ഒരു സംഘം ഒരു ദൃശ്യം അഭിനയിക്കുക, 2ാം സംഘം അതൊന്ന് പറയുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പ്രവർത്തനം. ഇനി അടുത്തത് അക്ഷരക്കിലുക്കം എന്നുള്ളതാണ്. ഉണ്ടിരിക്കുന്നവൻ വായും തുറന്നങ്ങു മിണ്ടാതിരുന്നാരുളയും കൈകൊണ്ടും കണ്ടിരിക്കുന്നവൻ കണ്ണും തുറന്നൊരു തണ്ടിക്കപ്പാവയെ പോലിരുന്നിടുന്നു. അടിവരയിട്ട പദങ്ങളുടെ പ്രത്യേകത എന്താണ്? പാഠഭാഗത്തിൽ ഇതേ പ്രത്യേകതയുള്ള അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്ന മറ്റു വരികൾ കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ എഴുതാനും പറയുന്നുണ്ട്. അപ്പോൾ ശബ്ദഭംഗിയുള്ള ഏതാനും വരികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി, മരതകക്കാന്തിയിൽ മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി, കരയറ്റൊരാൽസൽ ഗ്രാമഭംഗി ചങ്ങമ്പുഴയുടേതാണ്.
അപ്പോൾ നമുക്ക് എന്ത് നോക്കാം, ഇതിൽ ഓരോന്നിൻ്റെയും അർത്ഥം എന്താണെന്ന് നോക്കാം അല്ലേ. ഒന്നാമത്തേത്, ഉണ്ടിരിക്കുന്നവൻ വായും തുറന്ന മിണ്ടാതിരുന്നുരുളാരുളയും കൈകൊണ്ടു, കണ്ടിരിക്കുന്നവൻ കണ്ടും തുറന്നു അല്ലേ. ഇവിടെ എന്താണ്, അടിവരയിട്ട പദങ്ങളിൽ രണ്ടാമത്തെ അക്ഷരമായ ണ്ട ആവർത്തിച്ചിരിക്കുന്നു. അതുപോലെ ന, ക, ൻ, വ എന്നീ അക്ഷരങ്ങളും ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉണ്ടാകുന്ന ശബ്ദഭംഗി കവിതയ്ക്ക് ചൊല്ലഴക് നൽകുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള കൂടുതൽ വരികൾ എണ്ണ തേക്കുന്നവരപ്പാടിരിക്കുന്നു, കണ്ണെഴുതുന്നവരങ്ങനെ പാർക്കുന്നു, കഞ്ഞി കോരി കുടിപ്പാൻ തുടങ്ങുന്നവൻ മുഞ്ഞിയും താഴ്ത്തിയിട്ടങ്ങനെ അരങ്ങാതിരിക്കുന്നു. ഇതൊക്കെ ഇത്തരത്തിലുള്ള വരികളാണ്. ഇനി ഇവിടെ ചങ്ങമ്പുഴയുടെ ഈ വരികൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഇതിലും ഇത്തരത്തിലുള്ളതുണ്ട്. എന്തൊക്കെയാണ്, ചങ്ങമ്പുഴയുടെ ഒരുപാട് വരികൾ ഇതേ ഭംഗിയിലുള്ളതുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു തരാം. പച്ചക്കദളി കുലകൾക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും, ഇതൊക്കെ ഇത്തരത്തിലുള്ള വരിയാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നിറച്ചാർത്ത് എന്നുള്ളതാണ്. കുഞ്ചൻ നമ്പ്യാർ വാക്കുകൾ കൊണ്ടുണ്ടാക്കിയ കുറേ ചിത്രങ്ങളാണ് വായുവില്ലാത്ത ലോകം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവയിൽ പലതിനെയും വർണ്ണചിത്രങ്ങളാക്കാമല്ലോ. ഈ വരികളെ അടിസ്ഥാനമാക്കി ചിത്രം വരയ്ക്കാനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചിത്രമാക്കി വരികൾ താഴെ എഴുതി വെക്കുകയും വേണം. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് വരികളുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഒന്ന് വരച്ചു നോക്കുക. അതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം. ഇപ്പോൾ എന്തായാലും വായിൽ ഭക്ഷണം ഇട്ട്, അപ്പോൾ എന്താണ്, തണ്ടിക്ക പാവ് പോലെ ഇരുന്നു, അപ്പോൾ ആ ഒരു സ്റ്റാറ്റ്യൂ പോലെ ഇരുന്നു എന്നുള്ള രീതിയിലാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഇനി ചിരി വരുന്ന വഴി എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനമായിട്ട് വരുന്നത്. താഴെ കൊടുത്ത കവിതാഭാഗങ്ങളിൽ നിങ്ങളെ ചിരിപ്പിക്കുന്ന വരികൾ കണ്ടെത്താൻ ശ്രമിക്കും. ചെമ്പിച്ച താടിയും മീശയും കേശവും, വമ്പിച്ച കൈകളിൽ വില്ലും ശരങ്ങളും, ചെമ്പരത്തിപ്പൂ കണക്കെ നേത്രങ്ങളും, മമ്പിളി പോലെ വളഞ്ഞുള്ള പല്ലുകൾ, ഉരുളികൾ കിണ്ടികളൊക്കെയുടച്ചു, ഉരലു വലിച്ചു കിണറ്റിൽ മറിച്ചു, ചിരവയെടുത്തത്ത തീയിലെരിച്ചു, അരക്കല്ലങ്ങ് കുളത്തിലെറിഞ്ഞു. ഓക്കെ, ഇതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ വരിയുള്ളത് അത് ജസ്റ്റ് നിങ്ങളൊന്ന് എഴുതി വെക്കുക. ഇപ്പോൾ ആദ്യത്തേൽ പറയുന്നത് എന്താണ്, ചെമ്പിച്ച താടിയും മീശയും കേശവും എന്നുള്ളത് ചെമ്പരത്തിപ്പൂ കണക്കെ നേത്രങ്ങളും മമ്പിളി പോലെ വളഞ്ഞ പല്ലുകളും കാട്ടാള രാജാവിനെ വർണ്ണിക്കുന്ന വരികളാണ് ഇവിടെ പറയുന്നത്. മാത്രമല്ല ദേഷ്യഭാവത്താൽ ചുവന്നു തുടുത്ത കണ്ണുകളെയാണ് ചെമ്പരത്തിപ്പൂ പോലെയുള്ള കണ്ണുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ദ്രംഷ്ടങ്ങളെയാണ് അമ്പിളി പോലെ വളഞ്ഞ പല്ലുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് ഉരുളികൾ കിണ്ടികളൊക്കെ ഉടച്ചു എന്നുള്ളതാണ്. അവിടെ ഉരലു വലിച്ചു കിണറ്റിൽ മറിച്ചു, ചിരവയെടുത്തത്ത തീയിലെരിച്ചു, നളചരിതത്തിലെ വരികളാണിത്. ഇവിടെ സന്ദേശമായിട്ട് പറയുന്നത്, സന്ദേശവും വഹിച്ചുകൊണ്ട് പറന്നു പോകുന്ന അരയന്നം കണ്ട കാഴ്ചകളിൽ ഒന്നാണിത്. ഒരുവൻ ദേഷ്യം പ്രകടിപ്പിക്കുന്നത് വർണ്ണിക്കുകയാണ്. വലിയ ഉരലി വലിച്ച് അവൻ കിണറ്റിലിട്ടു, ചിരവയെടുത്ത് തീയിലിട്ട് എരിച്ചു കളഞ്ഞു. ഈ വരികളിൽ തെളിയുന്ന ഹാസ്യം ആരിലും ചിരി ഉണർത്തുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് ഏതാണോ ഇഷ്ടമായത് അത് ജസ്റ്റ് ഒന്ന് എടുത്തെഴുതിയാൽ മാത്രം മതി. അടുത്തത് ആസ്വാദനം എഴുതാമെന്ന പ്രവർത്തനമാണ്. വായുവില്ലാതായപ്പോൾ ആ കവിതയിലെ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ തട്ടിയത്? താളഭംഗി, വിവിധ ദൃശ്യങ്ങൾ ഇനിയും എന്തെല്ലാം ചർച്ച ചെയ്യൂ. അവയെല്ലാം ഉൾപ്പെടുത്തി ആസ്വാദനം തയ്യാറാക്കാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മൾ ആസ്വാദനം എഴുതേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് അത്തരത്തിൽ ഒരു ആസ്വാദനം എഴുതി നോക്കാം. കവിതയിലെ നർമ്മം, താളവും ഈണവും, ശബ്ദഭംഗി, രസകരമായ വർണ്ണന, കേരളീയ പശ്ചാത്തലത്തിലുള്ള അവതരണ രീതി, ഏതു സന്ദർഭവും നേരിൽ കാണുന്ന വിധം ജീവസുറ്റതാക്കി അവതരിപ്പിക്കാനുള്ള അപാരമായ കഴിവുണ്ട് കുഞ്ചൻ നമ്പ്യാർക്ക്. വായുവില്ലാത്ത ലോകം എന്ന കവിതയിൽ ഒരു നിമിഷം ലോകത്തിൽ വായുവില്ലാതായാൽ എന്തെല്ലാം സംഭവിക്കുന്നുവെന്നാണ് കവി രസകരമായി വർണ്ണിക്കുന്നത്. ഹാസ്യരസം കലർത്തിയാണ് കവി ഓരോ സന്ദർഭവും അവതരിപ്പിക്കുന്നത്. ഓരോ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പെട്ടെന്ന് വായു ഇല്ലാതായാൽ പാവകളെ പോലെ നിശ്ചലരായി പല രീതിയിൽ നിൽക്കുന്നത് കവി കാണിച്ചു തരുന്നു.
താളവും ഈണവുമാണ് നമ്പ്യാർ കവിതകളിൽ എടുത്തു പറയേണ്ട സവിശേഷത. ആർക്കും ചൊല്ലാൻ സാധിക്കുന്ന ഈണമാണ് തുള്ളൽ കവിതകൾക്കുള്ളത്. വരികളിലെ രണ്ടാമത്തെ അക്ഷരം ആവർത്തിക്കുന്നതിലൂടെ ശബ്ദഭംഗിയും കൊണ്ടുവരാൻ കവിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കവിതയിലെ ഓരോ ദൃശ്യവും മുന്നിൽ കാണുന്നത് പോലെ അവതരിപ്പിക്കാൻ കുഞ്ചൻ നമ്പ്യാർക്ക് കഴിയുന്നു. കേരളീയമായ പശ്ചാത്തലത്തിലാണ് നമ്പ്യാർ ഈ സന്ദർഭങ്ങളെ അവതരിപ്പിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. വായുവില്ലാതായാൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. ചിരിയോടൊപ്പം ചിന്തിക്കാനുള്ള അവസരവും കാട്ടിത്തരുന്നതാണ് നമ്പ്യാരുടെ കവിതകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലായിരിക്കണം നിങ്ങൾ ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതേണ്ടത്. അടുത്തത് കടങ്കഥകളുടെ ലോകം എന്നുള്ളതാണ്. വായുവില്ലാതായാൽ എന്ന കവിതയിൽ അക്ഷരങ്ങളുടെ ആവർത്തന ഭംഗി നിങ്ങൾ കണ്ടുവല്ലോ. താഴെ പറയുന്ന കടങ്കഥകളിലും ഈ പ്രത്യേകതകൾ കാണുന്നുണ്ടോ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കണ്ടം കണ്ടിക്കും തുണ്ടം പോലും തിന്നില്ല എന്നുള്ളതും ഇലയില്ലാത്തൊരു പൂവില്ലാത്തൊരു കായില്ലാത്തൊരു കരിവള്ളി, ഇത് രണ്ടുമാണ് തന്നിട്ടുള്ളത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്? കുഞ്ചൻ നമ്പ്യാരുടെ കവിതാഭാഗത്ത് കടന്നു വരുന്ന അക്ഷരങ്ങളുടെ ആവർത്തനം കടങ്കഥകളിലും കാണാം. ആദ്യത്തെ കടങ്കഥയിൽ ണ്ട എന്ന അക്ഷരമാണ് ആവർത്തിക്കുന്നത്. രണ്ടാമത്തെ കടങ്കഥയിൽ ല, ത എന്നീ അക്ഷരങ്ങളുമാണ് ആവർത്തിച്ചു വരുന്നത്. ഇത് നൽകുന്ന ശബ്ദഭംഗിയാണ് പ്രധാനം. കടങ്കഥകളിലും കുഞ്ചൻ നമ്പ്യാരുടെ കവിതയിലും അക്ഷരങ്ങളുടെ ആവർത്തനം കാണാൻ സാധിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് ചിത്രത്തിലെ കടങ്കഥകൾ കണ്ടെത്തൂ എന്നുള്ളതാണ്. ഇവിടെ ഏതെങ്കിലും കടങ്കഥകൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടത് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എടുത്ത് എഴുതേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് കടങ്കഥകളുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട 1-2 കടങ്കഥകൾ എഴുതുക. അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് കടങ്കഥ എന്നുള്ളത് തന്നെയാണ്. അതിലും നമ്മൾ കടങ്കഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ ഇത് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും താങ്ക്